ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു മാഗ്നറ്റിക് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തേക്കുന്നത് നമ്മുടെ നോർമൽ A4 ഷീറ്റ് ഉണ്ടല്ലോ, A4 ഷീറ്റിൽ സ്റ്റുഡിയോ പ്രിൻ്റാണ് എടുത്തത്. അതായത് A4 ഷീറ്റിൽ ലേസർ പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ അവരെടുത്തു തരും. അപ്പോൾ ഞാനിത് ചെയ്തത്, എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് എല്ലാം ഞാനിതുപോലെ സെറ്റ് ചെയ്തിട്ട് നേരിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു A3 ഷീറ്റിൽ ലേസർ പ്രിൻ്റ് എടുത്തതാണിത്. 35 രൂപയായുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു മാഗ്നറ്റിക് ബുക്ക് മാർക്കല്ല, അപ്പോൾ ചെറുത് മതി. അപ്പോൾ അതിനൊരു പറ്റിയ ഒരു കോട്ടും ഒരു ഫ്ലവറും കൂടി ഉള്ളൊരു പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തു. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം സൈഡെല്ലാം നല്ലൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും, അതായത് മടക്കി വരുമ്പോൾ രണ്ട് സൈഡും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പകുതി വെച്ച് മടക്കുക. ഞാനിത് മാഗ്നറ്റിക് ബുക്ക് മാർക്കിന് വേണ്ടിയല്ല, നോർമൽ ബുക്ക് മാർക്ക് ആക്കാൻ വേണ്ടിയാണ് പ്രിൻ്റ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആ റൈറ്റിങ്സ് തിരിഞ്ഞാൽ വന്നത്. അതായത് എനിക്ക് ഈ പിക്ചറിൻ്റെ പഴയ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റുള്ളൂ, മറ്റേ തിരിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നവർ അത് ശ്രദ്ധിക്കുക. രണ്ടും താഴേക്ക് വരുന്ന രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മാഗ്നറ്റിക് ബുക്ക് മാർക്കുകളുടെ 4 കോർണറുകളും ഒരു കർവ് ഷേപ്പായിരിക്കും. അപ്പോൾ ആ കർവ് ഷേപ്പിൽ 4 സൈഡുകളും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 4 കോർണറുകൾ വരുമല്ലോ, ആ 4 കോർണറുകളാണ് പറഞ്ഞത്. 4 കോർണർ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കണം. സെല്ലോ ടേപ്പ് മാഗ്നറ്റ് പുറത്തേക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പിന് പകരം വേറെ കട്ടി കുറഞ്ഞ പേപ്പറുകൾ യൂസ് ചെയ്യാം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് നമ്മുടെ കുട്ടികൾക്ക് കളിക്കുന്ന ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിലെ മാഗ്നറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ആൽഫബറ്റ്സിലൊക്കെ പല വലിപ്പത്തിലുള്ള മാഗ്നറ്റുകളുണ്ടാവും. അപ്പോൾ അതിൽ 2 ചെറിയ പീസ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിപ്പൽ ചെയ്യുന്ന സൈഡും അട്രാക്ട് ചെയ്യുന്ന സൈഡ് ഉണ്ടല്ലോ, ജസ്റ്റ് നോക്കി വയ്ക്കുക. അത് നമ്മൾ തിരിച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പറിച്ച് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് വൃത്തികേടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ ആ സൈഡിൽ നിന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് വെറുതെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ആ മാഗ്നറ്റ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ടേപ്പും കൂടി നമുക്ക് ഒട്ടിക്കാം. 2 സൈഡിലും അതുപോലെ ഒട്ടിക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ബുക്ക് മാർക്ക് റെഡിയായി. ഞാനിപ്പോൾ നോക്കുന്നത് അത് രണ്ടും അട്രാക്ട് ചെയ്യുന്ന സൈഡ് തന്നെ അല്ലേന്നാണ്. അങ്ങനെ നോക്കുക, ഒട്ടിക്കുക. നമ്മുടെ മാഗ്നറ്റിക് ബുക്ക് മാർക്ക് റെഡിയായി. ഇതല്ല, നമുക്ക് ഒരു ബുക്ക് മാർക്ക് കൂടി ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് തന്നെ. സെയിം മെത്തേഡിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബുക്ക് മാർക്കിന് വേണ്ടി പ്രിൻ്റ് എടുത്തതല്ലാത്തതായതുകൊണ്ട് ആ കോട്ട് എഴുതിയത് ബുക്കീസ് ആ സംതിങ് ഉണ്ടല്ലോ, അത് എഴുതിയത് തിരിഞ്ഞു പോയി. അപ്പോൾ ഞാനത് എങ്ങനെ ഇതുപോലൊരു പീസാണെങ്കിൽ എങ്ങനെ നേരെ ആക്കിയിട്ടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ബുക്ക് മാർക്ക് വർക്കിംഗ് ആണോ, മാഗ്നറ്റ് ഒട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഒരു ബുക്ക് എടുക്കുക, ഒട്ടിച്ച് നോക്കുക. വർക്കിംഗ് ആണ്, 100% വർക്കിംഗ് ആണ്. നമുക്ക് ഒരുപാട് കാശ് കൊടുത്തൊന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഫ്ലവറിൻ്റെ പടം മാത്രമല്ലേ നന്നായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിലുള്ളത് തിരിഞ്ഞു പോയില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരു ബുക്ക് മാർക്ക് കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഇതാണ് അത്. ഞാൻ ലെറ്റേഴ്സും ഫ്ലവറും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഹാഫ് വെച്ച് കറക്റ്റ് ഹാഫ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് ഹാഫ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണോ നമുക്കത് വേണ്ടത് അതുപോലെ ഒരെവിടെയെങ്കിലും വെച്ച് നല്ല വൃത്തിക്ക് സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഐ ഫോൾ ഇൻ ലവ് വിത്ത് വേർഡ്സ്, ബുക്സിനെ കുറിച്ച് പറയുന്ന കോട്ട്സാണ് ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ അത് കറക്റ്റായിട്ട് വരുന്നത്, ആദ്യം ഒട്ടിച്ചപ്പോൾ എനിക്ക് ശരിയായില്ലായിരുന്നു, ഇങ്ങനെ നീങ്ങി പോവുമായിരുന്നു. ചെറിയ പീസ് സെല്ലോ ടേപ്പ് എടുത്ത കാരണം വൃത്തികേടാവണ്ട, വലിയ പീസ് ഒട്ടിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ പീസ് എടുത്തത്. അപ്പോൾ അതിങ്ങനെ തെന്നി പോവുമായിരുന്നു. അപ്പോൾ നല്ല ഏതെങ്കിലും ഒരു സർഫസിൽ വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 4 കോർണറും കട്ട് ചെയ്ത് കർവ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ മാഗ്നറ്റ് ഒട്ടിച്ച് കൊടുക്കുക, സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഒരു ചെറിയ കഷ്ണം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് നീറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സെക്യൂർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു പീസും കൂടി ഒട്ടിക്കുക. ഇപ്പം ഞാൻ ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി 2 സൈഡിലും ഒരേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് മാർക്കിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റേതിൽ ആദ്യം ചെയ്തതിൽ നമ്മൾ ആ എഴുതിയ കോഡ്സ് തിരിഞ്ഞു പോയി, ഇതിൽ നമ്മൾ നേരെ ചെയ്തു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോസസ്സും കാര്യങ്ങളും എല്ലാം സെയിം ആണ്.
നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ മാഗ്നറ്റിക് ബുക്ക് മാർക്കാണ് ചെറുത് മാത്രമേ പറ്റൂ, ഇന്ന ഷേപ്പ് മാത്രമേ പറ്റൂ എന്നൊന്നുമില്ല. കർവ് വേണ്ട എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അല്ല കുറച്ചും കൂടി വലിയ പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് എത്ര വലുപ്പത്തിലാണോ ആ പിക്ചർ, ആ ഒരു കോട്ടോ പിക്ചറോ വേണ്ടത് അതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ പ്രിൻ്റ് എടുക്കുക, നടുക്ക് ഫോൾഡ് ചെയ്യുക, ബുക്ക് മാർക്കാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ആൽഫബറ്റ്സിൽ തന്നെ പല വലിപ്പത്തിലുള്ള മാഗ്നറ്റുകളുണ്ടാവും, വലുതുണ്ടാവും, ചെറുതുണ്ടാവും. അപ്പോൾ വലിയ മാഗ്നറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പകുതി വെച്ച് കട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ അട്രാക്റ്റ് ചെയ്യുന്ന സൈഡും റിപ്പൽ ചെയ്യുന്ന സൈഡും കണ്ടുപിടിക്കുക, ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. ഈസിയാണ്. നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2 മിനിറ്റ് പോലും വേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബുക്ക് വായിക്കുന്നവരും ബുക്കുകളെ സ്നേഹിക്കുന്നവരും ബുക്ക് മാർക്ക് കളക്ട് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിവരങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.